ആമസോൺ ഗാഡ്ജറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ അതിൽ 100 രൂപയ്ക്കും 115 രൂപ 120 രൂപയ്ക്കകത്തുള്ള ആമസോണിൽ നിന്നുള്ള കുറേ ഗാഡ്ജറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ഗാഡ്ജറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുണീക്ക് ആയിട്ടുള്ളൊരു തൊപ്പിയാണ്. നിങ്ങളുടെ കരിയറിൽ ഇങ്ങനെ ഒരു തൊപ്പി കണ്ടു കാണൂല. ഫോർ എക്സാമ്പിൾ, നിങ്ങളിതാ ഒരു കളറെങ്കിലും അവന് മാറ്റി വാങ്ങായിരുന്നു. ഈ തൊപ്പി വെച്ചിരിക്കുകയാണ്. ഈ തൊപ്പി നിങ്ങൾ വെച്ചുകൊണ്ട് പോകുന്ന സമയത്ത് എങ്ങനെയാലും നിങ്ങൾക്ക് കുറച്ച് കാറ്റ് കിട്ടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ മേളിലായിട്ടൊരു ബട്ടൺ ഉണ്ട്. ഇവിടെ ആ ബട്ടൺ അമർത്തപ്പോൾ കാറ്റ് കിട്ടും. എടാ, ഇത് വർക്ക് ചെയ്യടാ. അതായത് നിങ്ങൾ വെയിലത്തൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന സമയത്തും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ റോഡിൽ കൂടി നടന്നു പോവാണ്, ഈ നിങ്ങൾക്ക് 5 സെക്കൻഡ് വീതം കാറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സാധനം വാങ്ങുക. അടുത്ത് സ്ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെയാണ്. ഇതിന് എത്ര രൂപയാണെന്ന് അറിഞ്ഞുകൂടാ, എനിക്കൊന്ന് 100 രൂപ എന്തോ ആണ് ഇതിൻ്റെ പ്രൈസ്. മൊബൈൽ ടാബ്ലറ്റ് MP5. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡാണ് ആക്ച്വലി. ഓക്കെ, നമുക്ക് ആദ്യം ഒരു ഫോൺ വെച്ച് നോക്കാം. എന്തൊക്കെയോ അപാകതകളുണ്ടല്ലോ ഇതിന്. അങ്ങനെയല്ല, ഇങ്ങനെ പേങ്ങൻ്റെ അടുത്ത് ചോദിച്ചാണ് ഇതെങ്ങനെ ഇരിക്കും. എടാ, ഇത് സ്റ്റാൻഡ് പോലെ ഇരിക്കും. ഓ യെസ്, കിട്ടി ഗൈസ്. ഇതാ ഇതിങ്ങനെയാണ് വരുന്നത്. ജസ്റ്റ് ചെയ്യേണ്ടത് ഇതിനൊന്ന് ആദ്യം ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കിയതിന് ശേഷം മേളിൽ അതിൻ്റെ അടിയിലായിട്ടൊരു സാധനമുണ്ട്. അത് വെച്ചിട്ട് ഇതിനിങ്ങനെ സ്റ്റാൻഡായിട്ട് നിർത്തുക. എവിടെയെങ്കിലും സ്റ്റാൻഡായിട്ട് നിർത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഓരോ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അത് ഓപ്പൺ ആക്കുക. എന്നിട്ട് ഫോണിനെ നിങ്ങൾക്ക് സ്റ്റാൻഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതേപോലെ തന്നെ ഫോണിൻ്റെ പൊക്കം കൂട്ടാം. നിങ്ങളിപ്പോൾ ഒരു ടാബ്ലറ്റാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും താഴത്ത് യൂസ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഇനി ഏതെങ്കിലും കുട്ടി ഫോണാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും മേളിലത്തത് ഓപ്പൺ ആക്കിയിട്ട് ഇതിങ്ങനെ വെക്കാം. ദിസ് ഈസ് സംതിങ് കൂൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 or 2 ഫോണൊക്കെ വെക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. യെസ്, 2 ഫോൺ അത്യാവശ്യം നിങ്ങൾക്ക് ഇതിനകത്ത് സ്റ്റാൻഡ് ചെയ്ത് വെക്കാം. ആൻഡ് ഈ 2 ഫോണും ഒരേ സമയം നിങ്ങൾക്ക് ചാർജ് ചെയ്യാനും സാധിക്കും, വിച്ച് ഈസ് നൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 99 രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് കുറച്ച് യൂണീക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കുറച്ച് എന്താ പറയുക, കൊള്ളാം, സാധനം കൊള്ളാം, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഗുഡ്, വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് എനിക്ക് തോന്നുന്നു നമ്മുടെ അതുലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളിലൂടെയാണ് അവൻ ഗാഡ്ജറ്റ് തപ്പുന്നത്. കഴിഞ്ഞ വട്ടം കറണ്ട് പോയ സമയത്തായിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം അമ്മ മീൻ അറുത്തുകൊണ്ടിരുന്ന സമയത്താണ് അവൻ ഗാഡ്ജറ്റ് തപ്പിയിരിക്കുന്നത്. ഇതെന്താണെന്നറിയാമോ? നിങ്ങളുടെ മീനിൻ്റെ സ്കെയിൽ കളയുന്ന സാധനമാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് അതിൻ്റെ ആ സാധനം ഇങ്ങനെ ഇളകി പോകുന്നത് കാണുന്നത്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിങ്ങനെ അവിടെ ഇവിടെയും തെറിച്ച് കിടക്കാതെ ഈ മീൻ എടുത്തതിന് ശേഷം മീനിൻ്റെ പുറത്ത് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്കെയിൽ മൊത്തത്തിൽ ഇതിനകത്ത് ഒന്ന് സ്റ്റോറായി നിൽക്കും. അൺഫോർച്ചുനേറ്റ്ലി നമുക്കിത് കാണിച്ചു തരാനായിട്ടുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. മീനൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവരാണ്, എന്നാൽ മീൻ ക്ലീൻ ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. 99 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നിങ്ങൾക്ക് മീനൊക്കെ ക്ലീൻ ആക്കാനായിട്ട് മസ്റ്റായിട്ടും വീട്ടിൽ വാങ്ങിച്ച് വെച്ചിരിക്കേണ്ട ഒരു ഗാഡ്ജറ്റ്. ആൻഡ് ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ആവശ്യമുണ്ടാവും. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് എല്ലാ കിച്ചണിലും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അടുത്തതായിട്ട് എനിക്ക് തോന്നുന്നു അതുലിൻ്റെ അണ്ടർവെയറിൻ്റെ വള്ളിയാണ് അവൻ പർച്ചേസ് ചെയ്ത് തന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതെന്ത് ഗാഡ്ജറ്റാണെന്ന് അറിയാമോ? അതായത് നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ എയർപോർട്ട്സൊക്കെ യൂസ് ചെയ്യും, എന്നിട്ട് ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ ഒരു സാധനം കാണൂല, എയർപോർട്ട്സിൻ്റെ ഒരു സാധനം കാണൂല. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരാതിരിക്കാനായിട്ട് നിങ്ങളുടെ എയർപോർട്ട്സിനെ നമുക്ക് ഇതിനകത്തോട്ട് തിരുവി കയറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എയർപോർട്ട്സ് തൂക്കിയിട്ടുകൊണ്ട് നടക്കാം. അപ്പോൾ എൻ്റെ ഒരു സംശയം, പിന്നെ എന്തിനാണ് എയർപോർട്ട് വാങ്ങണേ അല്ലേ? ഈ ഗാഡ്ജറ്റ് ഉണ്ടാക്കിയവൻ്റെ തല എനിക്ക് തോന്നുന്നു ഇവൻ നമ്മുടെ മറ്റേ ഹിന്ദിയിലൊക്കെ കുറേ എക്സ്പെരിമെൻറ്റ് ചെയ്യുള്ളൂ ഒരുത്തൻ, അവനെ പൊട്ടിക്കുന്നതാണ് തോന്നുന്നത്. അവൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ അതിനകത്ത് കണ്ടുപിടിക്കുന്ന സൊല്യൂഷൻ തന്നെ പ്രോബ്ലമാണ്. അപ്പോൾ അതേപോലെ ഒരു സംഭവമാണിത്. ഇത് എയർപോർട്ട്സിൻ്റെ സെയിൽസിൻ്റെ സ്റ്റോക്സ് കൂട്ടുമോ അതോ കുറയ്ക്കുമോ എന്നുള്ളത് എനിക്കിപ്പോൾ ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഈ സാധനത്തിനകത്ത് വെച്ചിട്ടും നിങ്ങളുടെ എയർപോർട്ട്സ് കളഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ ഇരുന്ന് വലിച്ചുകൊണ്ടിരിക്കുക.
ഇപ്പോൾ നമ്മുടെ നദിയും മറ്റേ തൊപ്പിയിലൊരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. തൊപ്പിയിലെ സാധനം ഇങ്ങനെയാവും. അതായത് ഇൻ കേസ് നിങ്ങളുടെ പുറകിൽ നിങ്ങളുടെ ഭാര്യയോ കൂട്ടുകാരിയോ അല്ലെങ്കിൽ കാമുകിയാവാൻ പോകുന്ന ആളോ അല്ലെങ്കിൽ കാമുകനാവാൻ പോകുന്ന ആളോ ഒക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കാറ്റ് വേണമെന്ന് പറഞ്ഞാൽ തൊപ്പി തിരിച്ചു വെച്ചാൽ മതി, പുറകിലിരിക്കുന്നവർക്ക് കാറ്റ് കിട്ടും. അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അവൻ്റെ അരഞ്ഞാണത്തിൻ്റെ ഇത് പാർട്ടാണ്. ഇതെന്തോ ഇത് നിങ്ങളുടെ അരഞ്ഞാണത്തിന് ഏലസൊന്നും ഇല്ലാതെ 66 രൂപയ്ക്ക് 2 എണ്ണം കിട്ടും. ശരിക്കും ഇതെന്താ സംഭവം എന്നറിയാമോ? ഇതിൻ്റെ താഴെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ, അതേപോലെ തന്നെ എൻ്റെ അപ്പുറത്തെ സൈഡ് നമ്മൾ ഊരിക്കഴിഞ്ഞാൽ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ. നിങ്ങൾക്ക് വാച്ച് റിപ്പയർ ചെയ്യാം, ഗ്ലാസ് റിപ്പയർ ചെയ്യാം. വൺ ഫൈൻ ഡേ ഐ ഡിസൈഡഡ് ടു ചേഞ്ച് മൈ കരിയർ ടു വാച്ച് റിപ്പയർ. ഓക്കെ, അതാ എൻ്റെ കണ്ണാടി ഇവിടെ ഇരിപ്പുണ്ട്, നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. എൻ്റെ സ്പെക്സ് ഇവിടെ ഇരിപ്പുണ്ട്. ഐ ഗസ് ഇതാണ് ഞാൻ എൻ്റെ സ്പെക്സിന് അവസാനമായിട്ട് കാണാൻ പോകുന്ന മൊമെൻറ്റ്. നമുക്കൊന്ന് ഊരിയെടുത്ത് നോക്കിയാലോ? വേണ്ട, മുറുക്കല്ലേ, അത് കയറണൂലും ഇല്ലടാ. അപ്പോൾ കൺഗ്രാജുലേഷൻസ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ റിവ്യൂ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ഗാഡ്ജറ്റ്. ഒരു സെക്കൻഡേ, എനിക്ക് ഇനി അങ്ങോട്ട് പറ്റണില്ല. ഞാൻ നിങ്ങളുടെ അടുത്താണ് ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനെ വിളിക്കാം, അവനെ വിളിച്ച് പറയാം. ഞാൻ ഈ ഒരു മൊമെൻ്റ് എനിക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതുലേ മോനെ, ആരുടെ അരഞ്ഞാണം കണ്ടപ്പോഴാണ് നീ സാധനങ്ങളൊക്കെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാനായിട്ട് നിനക്ക് തോന്നിയത്? 100 രൂപയ്ക്കകത്തുള്ളത് കണ്ടപ്പോ വാങ്ങിച്ചതായിട്ട് ഞാൻ അയച്ചു തന്നിട്ടാണ്. എനിക്ക് അയ്യപ്പ ഞാൻ കണ്ടിട്ടില്ല. അയച്ചിട്ടാണ് ഞാൻ ഓർഡർ കൊടുക്കണത്. ഷൂട്ട് ചെയ്യണം, അഭിനയിക്ക്. നിനക്ക് നീ എന്തിനാണ് ഇത് എവിടെ നിന്ന് കിട്ടി ഇങ്ങനെയുള്ള വൃത്തിയായിട്ട ഗാഡ്ജറ്റുകൾ? അടിച്ചണ്ണാക്കില്ലേ. അങ്ങനെയല്ല, നിന്റെ അടുത്ത് ആര് പറഞ്ഞു ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാൻ? കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്തൂടെ? നേരത്തെ പറഞ്ഞാൽ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. നിങ്ങൾ ആരും അവനും പോയി മെസ്സേജ് അയക്കരുത്. അവൻ വേണമെങ്കിൽ വേണ്ട, ഞാൻ കിട്ടി ബോധിച്ച്. അവൻ എനിക്ക് അയച്ചൊന്നും തന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഈ സാധനമൊന്നും. എൻ്റെ ജന്മത്ത് കണ്ടിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് ഇതിങ്ങനെയുള്ള സാധനങ്ങൾ കാണുന്നത്. അതായത് നിങ്ങളുടെ മുട്ട സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് അതിനകത്തുള്ള ഉണ്ണിയും മറ്റേ വെള്ളം മൊത്തം എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഗാഡ്ജറ്റാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് മുട്ടയുടെ ഉണ്ണീനെ എടുത്ത് കളയുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ. എനിക്ക് തോന്നുന്നു എത്ര എണ്ണം കിട്ടും? ഒരു 3 എണ്ണം കിട്ടും. ഇവിടെയുള്ള 3 ഉണ്ണിമാർക്ക് ഞാനിത് സ്പോൺസർ ചെയ്തിരിക്കുന്നു. അടുത്തത് ഈ പുല്ലെന്ന് തോന്നുന്നു പോങ്ങോട്ട്. അടുത്തത് വളരെ വിചിത്രമായിട്ടുള്ളതും ഇതുവരെ നിങ്ങളുടെ കരിയറിൽ ഞാൻ എഴുതി തരാം, നിങ്ങളുടെ കരിയറിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് നിങ്ങൾ ഈ സാധനം കണ്ടിട്ടില്ല. അതായത് ഗെയിമിംഗ് ട്രിഗർ. 100 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഗെയിമിംഗ് ട്രിഗറാണ്. ഗെയിമിംഗ് ട്രിഗർ മാത്രമല്ല, ഗെയിം കളിക്കാനുള്ള തുണിയും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ വേറൊരു ബാഗിൻ്റെ അകത്ത് നമുക്ക് ഗെയിമിംഗ് ട്രിഗറിൻ്റെ സ്ലീവ് കിട്ടുന്നുണ്ട്. നിങ്ങൾ കൈ വിയർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഗെയിം കളിക്കാൻ പറ്റുന്നില്ല, ഗെയിമിൽ അങ്ങ് തഴുകി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സ്ലീവ് ഇട്ടതിന് ശേഷം ഈ ട്രിഗർ യൂസ് ചെയ്ത് ഗെയിം കളിച്ചാൽ മതി. ഇത് ഉപയോഗമുള്ളതാണ്. അത് എത്ര പേർക്ക് ഉപയോഗമുണ്ടെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഭയങ്കര ബഡ്ജറ്റിൽ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അതപ്പോൾ ആമസോൺ ഒരു 200 രൂപയുടെ ഡെലിവറി ചാർജും കൂടി ആഡ് ചെയ്യും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.